ബിഗ് ബോസ് സീസൺ 7 അനിമോളുടെ വിഷയം പറയാനാണ് വന്നത്. അതിന് കുറച്ച് മുമ്പ് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിൽ നിന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഭയങ്കര സങ്കടത്തിലാണ്, ഒത്തിരി കരഞ്ഞുകൊണ്ട് ആ കാര്യം പറഞ്ഞ്. കാരണം അത്രയും കോർ ലെവലായിട്ട് അനിമോളെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ആസ് യൂഷ്വൽ ഞാനൊരു അനിമോൾ ആരാധികയാണല്ലോ. അപ്പോൾ എന്നോട് വന്ന് ഇതൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്. കേട്ടപ്പോൾ പാവം തോന്നിയെന്ന് മാത്രമല്ല, എൻ്റെയും സെയിം ഒപ്പീനിയൻ ആയതുകൊണ്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് കിട്ടിയ ഒരു ടാസ്ക്, ഇന്നത്തെ ടാസ്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകാനുള്ള, അല്ല അതിനകത്ത് കുറച്ചുകൂടെ എന്തോ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള ഒരു ടാസ്ക്കാണ്. അത് മാത്രമല്ല തുടർന്ന് 3 ദിവസം ടാസ്കുകളുടെ ഒരു പെരുമക തന്നെ ആയിരിക്കാം. അപ്പോൾ ബോൾ പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കും, ഇത് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ടാസ്ക്. അനിമോൾ ധരിച്ച വസ്ത്രം, അതിനോടനുബന്ധിച്ച് അനിമോൾ കാണിച്ച പെർഫോമൻസ്, ഇത്രയും അതായത് കുഞ്ഞിപ്പുഴുവായിട്ടും ആ ഡ്രസ്സിൻ്റെ ഒരു പരിമിതി ഉണ്ടായിട്ടും പുള്ളിക്കാരത്തേക്ക് അത്യാവശ്യം 8 ബോളോളം കിട്ടിയെന്നാണ് പറയുന്നത്. കൃത്യം എനിക്കറിയത്തില്ല, പുള്ളിക്കാരൻ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഞാൻ പോയി നോക്കിയിരുന്നു, റിവൈൻഡ് അടിച്ച് ഞാൻ കാണുമ്പോൾ ശരിയാണ്, സാരി ഉടുത്തുകൊണ്ട് ആ ടാസ്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ അനിമോൾ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ടാസ്കിന് ആ ഡ്രസ്സ് ചൂസ് ചെയ്തതെന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യവും സങ്കടവും പദം പറച്ചിലും. അതൊരു ജെന്യുവിനായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നത്. ഇത് പുള്ളിക്ക് പക്ഷേ ഈ ഒരു ടാസ്കിലായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. എനിക്ക് ഇന്നലത്തെ ടാസ്കിൽ പോലും അങ്ങനെ ഫീൽ ചെയ്തു. അനിമോളിന് മനസ്സിലായ ഒരു കാര്യം, അനിമോൾക്ക് നല്ല ഫാൻസ് ഉണ്ട്, പുറത്ത് PR ഉണ്ട്. അപ്പം അനിമോൾക്ക് നിലനിൽക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഗെയിം ഒന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കാത്തത്. ഭയങ്കര ബോറ് പരിപാടിയാണത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഷോ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഒത്തിരി പേര് ഓഡിഷനൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിട്ട് കോള് വരാതെ റിജക്റ്റ് ചെയ്യപ്പെട്ടു പോയ ഒരു അവസ്ഥയുണ്ട്. അതിനകത്തേക്ക് വന്നവർക്ക് തന്നെ അതിൽ നിലനിൽക്കാൻ കഴിയാതെ മൈന്യൂട്ട് മിസ്റ്റേക്കിൽ പുറത്ത് ഫാൻസിന്റെ ആക്രമണം മൂലം പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം അനുമോൾ കാരണം പുറത്തേക്ക് പോയ ഒരുപാട് പേരുണ്ട് താൻ. അനുമോളെ പറഞ്ഞു എന്നൊരു കാര്യം കൊണ്ട് അപ്പാനിശരത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ ലാസ്റ്റ് എവിക്ഷൻ പോലും അനുമോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് അനുമോൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഭയങ്കര ബോറിംഗ് ആണ്. അനുമോൾ ഈ കാണിക്കുന്നത് തികച്ചും തെണ്ടിത്തരം ആണ് എന്നുള്ളതാണ് എൻ്റെയും ഒരു അഭിപ്രായം. അതിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും പറഞ്ഞു ഞാൻ പിന്നെ അനുമോളുടെ PR ആണെന്ന്. അതൊക്കെ നിങ്ങൾക്ക് തോന്നാം കേട്ടോ. നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ ഇഷ്ടം പറയുന്നത് കൊണ്ട് അയാളുടെ PR ആയി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്താധാരണ, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ ആരുടെയും PR അല്ല, എനിക്ക് ആരുടെയും PR ആകാൻ താല്പര്യവുമില്ല. ഇഷ്ടക്കേടുകൾ നമ്മൾ പറയുക തന്നെ ചെയ്യുക. അതിനകത്തുള്ള ഒരാളെ പോലും എനിക്ക് പേഴ്സണലി അറ്റാച്ച്മെൻറ്റോ ഒന്നും ഉള്ളവരല്ല, താല്പര്യവുമില്ല. കഴിഞ്ഞ സീസണിൽ സിബിനോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ് ആ പയ്യനെ. അവൻ്റെ പ്ലേയും അതുപോലെയായിരുന്നു, ജെനുവിൻ ആൻഡ് സൂപ്പറായിരുന്നു. പുറത്ത് പോയതിൽ ഏറ്റവും വേദനിച്ചൊരു വ്യക്തിയും ഞാനാണ്. എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ആ ഒരു കണ്ടസ്റ്റൻ്റ്. അത്രത്തോളം മനസ്സിലേക്ക് എടുത്ത മറ്റൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. അമ്മാതിരി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ആര്യയും സിബിനും. അപ്പോൾ അതുപോലെ മറ്റൊരു ഇത് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മുൻപ് റോബിൻ. ഇതിനകത്ത് അനുമോൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അത്രയും ഇഷ്ടമാണ്. അത് മാത്രമല്ല സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. തിരിച്ച് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ ഇത്രയും എഫർട്ട് എടുക്കുമ്പോൾ നമുക്കൊരു മര്യാദ തരിക എന്നുള്ളത് അനുമോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഹിൻഡ് കൊടുക്കാൻ ആരും ഇല്ലെങ്കിൽ പോലും കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ. നമ്മൾ ഇതിന് വന്നിരിക്കുന്ന പ്ലേക്കാണ്, അല്ലാതെ ഫാഷൻ പരേഡിനല്ല. ഇച്ചിരി വെയിൽ കൊണ്ട ചത്തൊന്നും പോകത്തില്ല. ആ സാരി ഉടുത്ത് ആ പ്രഹസനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അടിച്ച് പറ്റിക്കാനാണ് തോന്നിയത്. സത്യം പറയാലോ, നമ്മൾ 100% എഫർട്ട് ഇട്ടാൽ മാത്രമേ ഒരു 80 നമുക്ക് കിട്ടുള്ളൂ. മലയോളം ആഗ്രഹിച്ചാലേ കൂനോളം കിട്ടുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അഹങ്കാരം മാത്രമാണ് അനുമോളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. അതാണ് ആ മനുഷ്യൻ പോലും കരഞ്ഞത്. മെനക്കെട്ടിരുന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. 3-4 ഐഡിയ ഒക്കെ ഉണ്ടാക്കി പുള്ളിക്കാരൻ മെനക്കെട്ടിരുന്നില്ല, വോട്ടൊക്കെ ഇടുകയാണ്. പറയുന്നത് കേട്ടപ്പോൾ അതിൽ ശരിയുണ്ടെന്ന് തോന്നി. ആ ശരി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുക. അനുമോള് ഈ ടാസ്കിൽ കാണിച്ചത് പക്കാ പോക്കൃത്തരമാണ്. നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് അത് ഫേസ് ചെയ്യണമായിരുന്നു, ഒന്നാമത്. 2, ഇന്നലത്തെ ടാസ്ക് ആ പിടിച്ചുകൊണ്ട് നടന്നതിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നിന്നു. അവളെ പോലെ തന്നെയല്ലേ മറ്റു 2 പേര്. ആ പെർഫെക്ഷൻ ഇതിനകത്ത് കാണിക്കണ്ടായിരുന്നു. പൊക്ക കുറവുണ്ട്, പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ കാര്യം സൂചിപ്പിക്കാമല്ലോ. ഫെയർ ഗെയിം ആണെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് അനുമോളെ ടാർഗറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ പൊക്ക കുറവ് ഒരു പരിമിതിയാണ്. ആ പരിമിതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് അതിനകത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സ്റ്റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊപ്പം നിൽക്കാൻ ഒരു സ്റ്റൂൾ അവിടെ കിട്ടത്തില്ലേ? അവർക്കൊപ്പം 3 നിൽക്കാമല്ലോ. ഓപ്ഷൻസ് ഉണ്ട്, തിങ്ക് ചെയ്യാനുള്ള തലയില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ ഗെയിം ജയിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, കാരണം നോമിനേഷനിലില്ല, ഞാൻ എവിക്റ്റ് ആവില്ല. ആ ധൈര്യം, അത് അഹങ്കാരമാണ്. ആ അഹങ്കാരം ദോഷം വരുത്തുകയുള്ളൂ. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് കപ്പ് അനുമോൾക്ക് കിട്ടണമെന്ന്. 5 പോലും എത്തുന്ന ചാൻസ് ഇല്ലെന്നാ. നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പം
പൊക്ക കുറവാണ്, ബാക്കിയുള്ളവർക്ക് പൊക്കമുണ്ട്. ചാടി എത്തിപ്പിടിക്കാൻ അവരെ കൊണ്ട് പറ്റും. മിസ് ചെയ്യുന്നത് ഓടിപ്പിടിക്കാൻ നല്ല സ്മാർട്ടായിട്ട് കുരുട്ടായിട്ട് കിടക്കുന്നവളെ കൊണ്ട് പറ്റും. ഓടി അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി കിടന്ന് പിടിക്കാൻ പറ്റും. പക്ഷേ ഈ സാരി ഉടുത്തുകൊണ്ട് കാണിച്ച പ്രഹസനമുണ്ടല്ലോ, നീ അവിടെ പോയത് ഫാഷൻ പരേഡിനല്ല. അത്യാവശ്യത്തിൽ കൂടുതൽ ബ്യൂട്ടി ഉണ്ട്, കാണാൻ നല്ല ചന്തമുള്ള കുട്ടി തന്നെയാണ്, തർക്കമില്ല. പക്ഷേ ഇത് ഓവർ, ഭയങ്കര വൾഗർ, ഭയങ്കര ബോറിങ്. എനിക്കത് ഫീൽ ചെയ്തു, ഞാനത് പറഞ്ഞു. ഇനി അനുമോൾ ഫാൻസിന് വേണമെങ്കിൽ എന്നെ പൊങ്കാലയിടാം, നോ ഇഷ്യൂസ്. കണ്ടത് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അത് ഞാൻ പറഞ്ഞു. എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. സത്യത്തിൽ ഈ പെൺകുട്ടിയെ നമ്മൾ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയോ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ അനുമോളുടെ പെർഫോമൻസ്, ഇന്നലത്തെ. ഇതിന് മുമ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് സീരിയസ് ആക്കുന്നില്ല. അതിൻ്റെ കാരണം ഓക്കെ, ഒരു ലാസ്റ്റ് മട്ടിൽ പോയാൽ മതി. പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൗണ്ടബിളാണ്. ഭയങ്കരമായിട്ട് നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. കാരണം ഗെയിം കുറച്ചുകൂടെ സീരിയസ് ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ലൈറ്റായിട്ട് എടുക്കുന്നത് പുറത്തുള്ള ഫാൻസിൻ്റെ ഒരു ഇത് വെച്ചിട്ടല്ലേ, മോശമാണ്. കുറച്ചുകൂടെ ആലോചിക്കുക. ഒരു പക്ഷേ ഇതുവരെ മതിയും തോന്നിയിട്ടുണ്ടാവും, ഇനഫ് ആയിട്ടുണ്ടാവും, പുള്ളിക്കാർക്ക് ഉദ്ദേശിച്ച ഒരു എമൗണ്ട് കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. നിന്നെ അവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിക്കൊണ്ടുവരിക. അതാണ് പറഞ്ഞത്, ഈ ഫാൻ ഫെയിം എന്ന് പറയുന്നത് അസാധ്യ കാര്യമല്ല. അതിനകത്തൊരു ഉത്തരവാദിത്വ ബോധം കൂടെ ഉണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നീ കളിച്ചില്ലെങ്കിൽ തിരിച്ചു പറയേണ്ടി വരും എന്നുള്ളത് വസ്തുത. ഒരാളോടും പേഴ്സണൽ ഇൻറ്റിമസി ഒന്നുമില്ല. ഈ ഒരു വിഷയം പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മളോട് തന്നെ ചെയ്യുന്നൊരു തെറ്റായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് മാത്രം ഞാനിത് ഷെയർ ചെയ്തതാണ്. മാത്രമല്ല, ആ പറഞ്ഞ വ്യക്തിക്ക് സത്യമാണ് അയാൾ പറയണത്. പൊട്ടിക്കരയുകയാണ് മനുഷ്യൻ. അത് അത്രത്തോളം ഉള്ളിലേക്ക് എടുത്തത് കൊണ്ടല്ലേ. മെനക്കെട്ടിരുന്ന് ഡേ നൈറ്റ് ഈ ഷോ കാണുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതല്ലേ. മിക്കവാറും ഞാൻ മിസ് ചെയ്യുന്ന എപ്പിസോഡിലെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നൊരു വ്യക്തിയാണ്, മനോജ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പോയിന്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് മൈ ചാനൽ. കമൻറ്റ് നിർബന്ധമായും ഇടണം. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. തെറി വിളിക്കാൻ വന്നാൽ ഞാൻ നല്ല തരും കേട്ടോ. ഞാനും അനുമോള് ഫാൻ, അത് മറന്നുകൊണ്ടാണ്.